ഇതും കൂടെ കേട്ടപ്പോൾ രണ്ട് വാക്ക് പറയണമെന്ന് തോന്നി. ഈ പന്ന കൊലയാടി മോനെ. കൊള്ളാം, പുലിയാടി മോൻ, നല്ല പ്രയോഗം. എടാ, നിന്നെ പുലിയാടി മോനെ എന്നും പുലിയാടി മോന്റെ മോനെ എന്നും വിളിക്കാൻ പറ്റാത്തോണ്ടല്ല. ആ വിളിക്കകത്ത് ചിലപ്പോൾ നിന്നെ അല്ലാതെ ബാധിക്കുന്ന നിന്റെ ഭവനത്തിലുള്ള പലരുമുണ്ട്. അവർ ജീവനോടെ ഉണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. ആ മാന്യത നിലനിർത്തി നിന്റെ മുഖത്ത് നോക്കി ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല. പിന്നെ നിന്റെ ഈ കൊച്ചു കുട്ടികളെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന നിലയിൽ അംഗനവാടി ഈ LKG ടീച്ചർമാരൊക്കെ കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അത് വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ച് ചിലവാക്ക്. ഇതൊക്കെ 10-15 കൊല്ലത്തിനും 20 കൊല്ലത്തിനും മുമ്പേയൊക്കെ എല്ലാവരും പൊട്ടിച്ച് കളഞ്ഞ വിഷയമാണ് ഈ ഉമ്മാക്കി. മനസ്സിലായില്ലേ? വെറും ബോറ് കേട്ടാ അത്. പിന്നെ എടേ, നീ വ്ളോഗ് എന്നൊക്കെ പറഞ്ഞൊക്കെ എന്തോ ഇട്ടിക്കണല്ലേ. ഞാൻ നീ ഒരു കുടുംബ പ്രശ്നം വല്ലതും ഉണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയമൊന്നുമില്ലല്ലോ. ശരി, അപ്പോൾ നീ എന്നിട്ട് ജനം ചാനലിന്റെ ക്യാമറമാന് അവതാരകനെ പിന്നെ ഞാൻ ഭീഷണിപ്പെടുത്തി, അല്ല ഇപ്പൊ ചാനലിൽ ഇപ്പം വന്നോണ്ടിരിക്കുകയല്ലേ, ഞാൻ ഭീഷണിപ്പെടുത്തുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. നിന്റെയൊക്കെ തളയിലൊക്കെ ഓളമാ. എടാ, നിന്റെ ചാനലിനകത്ത് ഏതോ ഒരു വേട്ടാളിയും വന്നിരുന്നുകൊണ്ട് ചെറുവൽപ്പുഴ അവിടെ നിന്ന് ഇങ്ങോട്ട് പാസ്റ്റർമാർ വന്നപ്പോൾ അടിച്ചു, തിരിച്ചു പോയപ്പോൾ അടിക്കും, നാളെയും അടിക്കും, എപ്പോഴും അടിക്കും എന്ന് പറഞ്ഞാൽ അടിയമ്മമാരെയൊക്കെ ഒരു കുത്തക എന്ന നിലയിൽ ഒരു പ്രസ്താവന നടത്തി. മനസ്സിലായില്ലേ? ഇത് ആ പ്രസ്താവന കണ്ട ഒന്ന് കാണാം. ഒരു 90-കൾ മുതൽ 2000 വരെയുള്ള കാലഘട്ടങ്ങളിൽ പാസ്റ്റർമാരെ നാട്ടുകാർ ഓടിച്ചിട്ട് അടിക്കുന്ന ഒരു ചരിത്രം കേരളത്തിലുണ്ട്. അങ്ങനെ ഇനിയും ചെയ്യാനും ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് മടിയൊന്നുമില്ല. എടാ, ഈ പ്രസ്താവനയ്ക്കെതിരെയാണ് അടി എന്ന് പറയുന്നത്. കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, വായിക്കാൻ വേണ്ടി കൂടെ ഉള്ളതാണ് എന്നൊരു നഗ്ന പ്രകൃതി സത്യത്തെയാണ് ഞാൻ പറഞ്ഞത്. അതുകൂടെ നിനക്കൊക്കെ മനസ്സിലാകാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയല്ലോ. ഡേ, വിനു വാഴമുട്ടത്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ട വൃത്തസദനത്തിലെ വിഷയം ഓക്കെ, അത് നിയമപരമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നു. അതെന്ത് പിഴച്ചു? ഡേ, ഈ ഒരു ലക്ഷ്യം അതിനെ കണക്ട് ചെയ്ത് ഇതിനെ കണക്ട് ചെയ്ത് എപ്പിസോഡായി ജനം ചാനലുകളിൽ ഉടനീളം ഒരു ലക്ഷ്യം വെച്ച് ഇങ്ങനെ അകത്താക്കുക എന്നുള്ളത് മാത്രമല്ല, കേസിൽ കൊടുക്കുക മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് അവിടുത്തെ പള്ളി പൂട്ടുക എന്ന് മാത്രമല്ല, അവസാനത്തെ കേരളത്തിലെ പള്ളി പൂട്ടുന്ന നിലയിലുള്ള ലക്ഷ്യത്തെ അകത്ത് വച്ചിട്ട് നീയൊക്കെ കാണിക്കുന്ന ഈ ഒരു പങ്കിളി അഭ്യാസത്തെ മനസ്സിലാക്കുവാൻ ഈ പ്രബുദ്ധരായ കേരള ജനം അത്ര വിഡ്ഢികളല്ല എന്നോർക്കണം. പിന്നെ ഇത് നമ്മളെ വ്ളോഗർ, നിന്റെ മുഖത്തുള്ള ആ ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ട് ആക്രോശമോ എല്ലാം കൊള്ളാം. പക്ഷേ നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കണ അത് വെറും ബോറായിരിക്കണം. എനിക്കറിയില്ല, കാരണം ഒരു തുടർച്ചയായിട്ട് ഒരു ആക്ഷൻ ഒരാളിന് ഇങ്ങനെ ആക്കുന്നെങ്കിൽ അതുമായിട്ടൊരു ബന്ധം പുലർത്തുന്നതോ വിട്ടുപിരിയാൻ പറ്റാത്ത ഏതോ ഒരു മാനസിക അറ്റാച്ച്മെന്റുമായിട്ടുള്ള വിഷയമാണ്. അതൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം ആണ് എന്ന് തോന്നുന്നു. അതിനെ എത്രയും പെട്ടെന്ന് അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുക. അത് വളരെ വൃത്തിയേട്. ഒന്നുമില്ലെങ്കിൽ ഒരു ബ്ലോഗർ അല്ലേ?